നമ്മൾ ഐഫോണിൽ ചാർജർ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫാൾട്ടായിട്ട് അതിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് നമുക്ക് വരും, ചാർജർ കണക്ട് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഇനി ആ സൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സൗണ്ട് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓട്ടോമേഷൻസ് ഉണ്ട്. പലർക്കും അറിയാവുന്ന കാര്യം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ലെറ്റ്സ് ഒന്ന് കണ്ടുപോകാം. ഗൈസ്, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ആക്കുക. ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഓട്ടോമേഷൻ എടുക്കുക. ഓട്ടോമേഷൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സ്ക്രോൾ ചെയ്ത് നമുക്ക് ഓട്ടോമേഷൻ കാണാൻ പറ്റും, ചാർജർ എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചാർജ് കണക്ട് ചെയ്യുന്ന സമയത്ത്, ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത്, നമുക്ക് കണക്ട് ചെയ്യുന്ന സമയത്താണ് സൗണ്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്തതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കണക്ട് ചെയ്ത് ക്ലിക്ക് ആക്കി ദെൻ റൺ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളത് പ്രസ് ചെയ്യുക. പെട്ടെന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ ഇല്ലാതെ റൺ ആവും. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പ്ലേ സൗണ്ട് സ്പീക്ക് ടെസ്റ്റ്. പ്ലേ സൗണ്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൗണ്ട് ആക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, എൻ്റെ ഫോണിൽ സൗണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ടെക്സ്റ്റിലേക്ക് പോയി. സ്പീക്ക് ടെസ്റ്റ് എടുത്തിട്ട് എനിക്ക് ഗൈസ് ഞാൻ ചാർജർ കണക്റ്റഡ് എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഞാനിവിടെ ചാർജർ കണക്റ്റഡ് എന്ന് ടൈപ്പ് ചെയ്ത് ടിക്ക് ചെയ്തു. ഇനി ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജർ കണക്റ്റഡ് എന്നുള്ള ഈ ഒരു വേർഡ് ഫോൺ പ്രൊനൗൺസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഗൈസ് ഞാൻ ചാർജർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പൊ ആ ഒരു വോയിസ് കിട്ടിയെന്നുള്ളത്. അപ്പൊ ഈ ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ ഫണ്ണായിട്ടുള്ള കമാൻഡ്സും ഫണ്ണായിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ചെറിയ ടിപ്സിന് വേണ്ടി നമ്മൾ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിവേ താങ്ക്സ്.